ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖമല്ലേ? അപ്പോൾ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീടിൻ്റെ ബാക്ക് ഭാഗമാണ് സ്ഥലം. ആ ഭാഗത്താണ് കുഴലടിച്ചിട്ടുള്ളത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളി വെള്ളമാണ്. മറ്റേ അങ്ങനെ കുഴലിത്ത വെള്ളമാണ്, അങ്ങനെ ചോയും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല അടിപൊളി വെള്ളമായിട്ട് ഞമ്മക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ. അപ്പോൾ അതാ സ്കൂളും മദ്രസയൊന്നും ഇല്ലാത്ത കാരണം മക്കളൊക്കെ നല്ല നേരം വൈകിട്ട് ഉറങ്ങും നേരം വൈകിട്ട് നീക്കും ചെയ്യട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ എന്താക്കി, ചായ കൊടുക്കുകയാണ്. റസ്ക്കും ചായയാണ് കേട്ടോ കൊടുക്കുന്നത്. വേറെ പൊടി കൊണ്ടുള്ള കടികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അവർക്കൊന്നും അങ്ങനെ കൊടുത്ത് ചെറിയ മോളെ, രണ്ടാമത്തെ മോളെ അതാ മദ്രസയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അവൾക്ക് മെയ് മാസം വന്നാൽ 6 വയസ്സാവും. ചേർക്കാൻ പോകുകയാണ്. അപ്പോൾ പച്ചരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി മില്ലിൽ കൊണ്ടൊക്കെ പോണ വഴിക്കെന്ന് വിചാരിച്ച് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോളുടെ ബർത്ത് സർട്ടിഫിക്കറ്റും ആധാർ കാർഡും കൂടിയിട്ട് ഫോട്ടോ കോപ്പി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇതാ മദ്രസ എത്തിട്ടോ. മോൾക്ക് നല്ല ഇഷ്ടമാണ് മദ്രസയിൽ പഠിക്കാൻ, മാഷാ അല്ലാഹ്. അപ്പോൾ അവളിനെ മദ്രസയിൽ ചേർക്കുകയാണ്. മെയ് മാസത്തേക്ക് 6 വയസ്സാവും. അപ്പോൾ അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവളുടെ മൂക്കിൻ്റെ അവിടെ ഒരു മറുകുണ്ട്, തിരിച്ചറിയാനുള്ള അടയാളം. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത്. അപ്പോൾ അഡ്മിഷൻ ഫീസൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഉസ്താദ് മിഠായിയൊക്കെ കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അരി പൊടിച്ച ചിക്കനെന്ന് പറഞ്ഞപ്പോൾ അതും കൂടി എടുത്തിട്ടാണ് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതെടുത്ത് പിന്നെ നോമ്പൊക്കെ ഇവിടെ കഴിയാനായില്ല, പെരുന്നാൾ ആവാനായി. മക്കൾക്ക് ഡ്രസ്സ് എടുത്തിട്ടില്ല. ഇന്നല്ലെങ്കിൽ നാളെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചെങ്ങാണ്ടിരിക്കുകയാണ് കേട്ടോ. മക്കളായിട്ട് ഞാൻ പോയിട്ട് എടുത്തിട്ട് കൊടുക്കണം. നമ്മളെവിടെ പോകണം? അപ്പോൾ ഇന്ന് കറണ്ട് ബില്ലിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അരി വീട്ടിലേക്ക് കൊണ്ടുവച്ചതിന് ശേഷം ഞാനും മോളും കൂടിയിട്ട് മോനെ അവിടെ ആക്കിയിട്ട് ബസ്സിൽ പോയിട്ട് ഇടയ്ക്ക് കറണ്ട് ബില്ല് അടക്കാൻ വന്ന്. പിന്നെ മുതുതല നല്ല ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് കേട്ടോ. അത് ആയിട്ടില്ല, ഇനാഗുറേഷനൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതാണ് ഞാനതവിടെ കാണിച്ചത്. ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. പിന്നെ അത് മാത്രമല്ല, കറണ്ട് ബില്ല് അടക്കൽ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പെരുന്നാൾ സാധനങ്ങളൊന്ന് മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് മേടിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ തിരികെ വീട്ടിലേക്ക് വന്നത്. മോൾക്ക് അവിടെ ഇഷ്ടപ്പെട്ടിട്ടേ അവിടെ നിന്ന് വരാണ്ട് അവളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളവിടെ ഇങ്ങനെ ചാടി കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവളൊക്കെ വിളിച്ചിട്ട് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാനും വേണ്ടിയിട്ട് മാർക്കറ്റിലേക്ക് കയറി കേട്ടോ. അപ്പോൾ മുളകും മല്ലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഓരോ കിലോ മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് കയറി കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ പോകുന്നത്
അപ്പോൾ അതൊക്കെ ഒന്ന് ഇൻഷാ അല്ലാഹ് ചാനലുണ്ട്. അപ്പോൾ അതിനൊക്കെ ദുആ ചെയ്യണം. അപ്പോൾ ഇതൊരു ജീവിതമാർഗ്ഗമായിട്ട് ഞാൻ കാണുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരെയും സപ്പോർട്ട് എനിക്ക് വേണം. ഞാൻ നല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ എന്നാൽ കഴിയണതൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് എന്താ പറയുക. അപ്പോൾ നമ്മൾ വീടെത്തിട്ടോ. നമുക്ക് കുറച്ച് പേര് നമ്മളെ യൂട്യൂബ് ഇതിൽ കൂടെ അല്ല, നമ്മളെ പുറത്ത് കൂടെ തന്നെ നമ്മൾ അറിയുന്ന ആൾക്കാരോട് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ വീഡിയോ കാണണം എന്ന് ഞാൻ വിചാരിക്കണു. എന്തിനാണെന്ന് എനിക്കറിയില്ല. കുറച്ച് കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. എന്താ പറയുക, യൂട്യൂബിൽ വന്നിക്കണ പിച്ച തണ്ടാനാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളെ തളർത്തുന്നുണ്ട്. അതെന്തിനാന്നൊക്കെ അറിയില്ല. എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാനും കഴിയാത്ത കാരണമാണ് ഞാൻ ഇത് തുടങ്ങിയത്. ഇതിങ്ങനെ ഇത്രയും പെട്ടെന്ന് നിങ്ങളെല്ലാവർക്കും ഇതെത്തിയത് തന്നെ സബ്സ്ട്രോക്കിത്തെ സാബിർക്ക കാരണമാണ്. അല്ലെങ്കിൽ ഞാനിപ്പോഴും ഈ വീഡിയോസൊന്നും നിങ്ങളാരിലും എത്തൂല. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി നോക്കുമ്പോൾ എന്താ പറയുക, ഇമ്മ തലേദിവസത്തെ ചോറ് തിളപ്പിച്ചിട്ട് കയ്പ്പൊക്കെ കൊണ്ടൊരു കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അച്ചാർ മാതിരി. അപ്പോൾ അതൊക്കെ കൊടുത്ത് മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് പിന്നെ നമുക്ക് അടുത്ത വീട്ടിലത്തെ ചേച്ചിമാർ ഒക്കെ നമുക്ക് മാങ്ങ അവർ പറിക്കുമ്പോൾ തരും കേട്ടോ. അപ്പോൾ അതൊക്കെ ഉമ്മ എന്താക്കി അച്ചാർ, ഒരു തട്ടിക്കൂട്ട് അച്ചാർ എന്നൊക്കെ പറയാം. അതേമാതിരി ഒരു അച്ചാർ പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് കുറച്ച് സുർക്കയും പറഞ്ഞിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കടികളൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ നമ്മളിന്ന് എന്താക്കി, ഇന്ന് ഉമ്മ പറഞ്ഞ് ചീരകഞ്ഞി ഉണ്ടാക്കാതെ മതിയല്ലോ, ഒന്ന് കടി ഉണ്ടാക്കണില്ല, ചായക്കടിയേ, പിന്നെ ചോറും തിന്നാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ അങ്ങനെ ചീരകഞ്ഞിയാണ് ഉണ്ടാക്കുന്നത്. ഉണങ്ങലരി നമ്മൾ അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ്. പിന്നെ അതിക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും ഇട്ടിട്ട് ജീരകമൊക്കെ ഇട്ടിട്ട് മഞ്ഞളും ഇട്ടിട്ട് അത് അരച്ചിട്ട് അതിൽ കൊഴിച്ചിട്ട് ഉള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് തൂമിക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അരച്ച് നോക്കുമ്പോൾ ചോറ് നോക്കുമ്പോൾ അത് ചോറല്ല, ആ ചീരകഞ്ഞിയുടെ അരി നോക്കുമ്പോൾ അത് വെന്തിട്ടില്ല. അപ്പോൾ എന്താക്കി, ആ ഒന്നും കൂടി വേവട്ടെ വെച്ചിട്ട് അങ്ങനെ അടുപ്പത്ത് തന്നെ ഇട്ടു കേട്ടോ. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത്രേ എനിക്ക് പറയാനുള്ളൂ. ദുആ ചെയ്യണം. പിന്നെ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച്, ഇങ്ങനെ പകുതി കഴിക്കും ചെയ്യാം, പകുതി കൊണ്ട് ജ്യൂസ് അടിക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് ആ കട്ടിംഗ് ബോർഡും വെച്ച് നുറുക്കി നോക്കുമ്പോഴത്തേന് ആ കട്ടിംഗ് ബോർഡ് ആകെ പണിയായിട്ടാണ്, അതൊക്കെ ആകെ പൊട്ടിപ്പോയി. അപ്പോൾ അതൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചിട്ടോ. പിന്നെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ തന്നെ പറയാം. എവിടക്ക പോണേ? എവിടക്ക? ഇത് ചീരകഞ്ഞിക്ക് വേണ്ടിയിട്ട് ഉള്ളി അരിഞ്ഞിട്ട് ഒന്ന് തോന്നിച്ച് ഇടുകയാണ് കേട്ടോ. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ച് അതൊക്കെ ഇപ്പം തന്നെ അരിയിടൂല കേട്ടോ, കുറച്ച് നേരം അടുപ്പത്ത് അങ്ങനെ വെക്കൂട്ടോ. ഇതെന്താ വെള്ളിയാകല്ലേ? ആ കളി വേണ്ട. മോളെ അടുത്ത വീട്ടിലൊക്കെ കളിക്കാൻ പോയിക്കാണ്. അപ്പോൾ എന്ത് കളിയായിരുന്നു? എന്തെങ്കിലും സമൂസ എന്തെങ്കിലും മേടിച്ചുകൊണ്ടിരാനും വേണ്ടിയിട്ടേ. അപ്പോൾ അവളോട് അപ്പുറത്ത് കുറച്ചുകൊണ്ട് പോയാൽ മതി, അപ്പോൾ കുറച്ച് സമൂസ മേടിച്ചുകൊണ്ടാടി പറഞ്ഞിട്ട് അവളെ വിളിച്ചതാണ്.
ഇപ്പോൾ മോളത് മേടിക്കാനും പോയി. ആ ടൈമിൽ തന്നെ ചെറിയ മോളെ ഉറക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളും നീച്ചിട്ടുണ്ട്. കരഞ്ഞങ്ങാണ്ട് അപ്പോൾ നമ്മുടെ ചെറിയ മോള് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ കുറച്ച് നാരങ്ങ വെള്ളം കലക്കി വെച്ച്. ഇവിടെ ഐസൂന് നല്ല ഇഷ്ടമാണ് നാരങ്ങ വെള്ളം. അങ്ങനെ എൻ്റെ അടുത്ത് കാണിക്കാൻ കണ്ടിട്ട് നടക്ക്. അതിലെന്തോ പോരെ പോരെ. تفوت فارجع البصر هل ترى من فطور ثم ارجع البصر مرتين ينقلب إليك خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما وأعتدنا عذاب السعير وللذين كفروا بربهم عذاب الجنة وبئس المصير إذا لها حشيكا وهي تفور تكاد تميز من العين كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبوا لأصحاب السعير എന്തിനാ ഫോൺ എടുക്കണേ? ഫോൺ എടുക്കണേ? ഉണ്ടാക്കി കഴിഞ്ഞ് എന്താ കൊത് രാഗി ഇതെന്തോന്ന് അതിന് കാട്ടിട്ടോ. ഇത് ഓണാക്കി. അപ്പൊ ശരി, എല്ലാവർക്കും ബായ് പറഞ്ഞ. അസ്സലാമു അലൈക്കും പറ. അപ്പൊ ശരി, എല്ലാവർക്കും മനസ്സിലായില്ല. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞങ്ങൾക്ക് ഒപ്പന ഇതാരുണ്ടാക്കണ ആള്? എൻ്റെ പേരെന്താ? ടാറ്റാ പറ.